മഞ്ജു പത്രോസ് എന്നൊരു വ്യക്തി ഇതേപോലെ തന്നെയാണോ? കൂടുന്നുണ്ട്. നീ ഇങ്ങോട്ട് ഓടി. മഞ്ജു പത്രോസ് എന്ന് പറയുന്ന ആള് തങ്കത്തിനെ പോലെയല്ല, തങ്കത്തിന്റെ ഒരു ക്വാളിറ്റിയും അങ്ങനെയുള്ള ഒരാളേ അല്ല മഞ്ജു പത്രോസ്. അതെ, നമ്മുടെ അളിയൻസിലെ തങ്കച്ചേച്ചിയുടെ വീട് അന്വേഷിച്ചാണ് വരവ്. കുറെ നടന്ന് ക്ഷീണിച്ച് ഇതാണോ ഒന്ന് വീട്. എന്തായാലും നമുക്ക് പോവാം. തങ്കല്ലേ, നമ്മുടെ തങ്കച്ചേച്ചി, തങ്കച്ചേച്ചിയുടെ വീടാണോ? ആളിനെ കിട്ടി, ആദ്യത്തെ ആളിനെ കിട്ടി. ദേ ഇവിടുത്തെ മുത്തശ്ശി സേതുലക്ഷ്മി രത്നമ്മ. അപ്പൊ അമ്മയെ കിട്ടിയിട്ട് എന്ത് ചെയ്യും നമ്മുടെ തങ്കച്ചേച്ചി? ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഷൂട്ടിന് പോയേക്കുന്നോ? ആ ഓക്കെ. ആ ബാക്കി എല്ലാരും ഇവിടെ ഉണ്ടല്ലോ. അപ്പം വരൂ, കമോൺ വാ. തങ്കേച്ചി, ഇങ്ങനെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ തങ്കേച്ചിന്ന്? ആ തങ്കം എന്ന് വിളിക്കൂ. അപ്പൊ തങ്കം തന്നെ, തനി തങ്കം തന്നെ. വാ നമുക്ക് ഇവിടെ ഇരിക്കാം. ചേച്ചിയെ ഷൂട്ടൊക്കെ എങ്ങനെ പോകുന്നു? ഷൂട്ട് അടിപൊളിയായിട്ട് പോണല്ലേ? അടിപൊളിയാണ് അല്ലേ? ആന്ന്. ചേച്ചി വന്നപ്പോ പറഞ്ഞ എന്റെ കുർത്തി നല്ല അടിപൊളിയാണ്. തിരിച്ച് ഈ ഞങ്ങളെ പോലുള്ള സാധാ വീട്ടമ്മമാരൊക്കെ ചേച്ചിയുടെ നൈറ്റ് കണ്ടിട്ടാണ് വാങ്ങിക്കുന്നത് എന്നൊരു അറിവ് എനിക്ക് കിട്ടി. ഞാനും ഇത് വാച്ച് ചെയ്യാറുണ്ട്. ആണല്ലേ? എവിടുന്ന് സെലക്ഷനൊക്കെ? നൈറ്റി ഞാൻ എല്ലാവരോടും കേൾക്കാം, എല്ലാവരും എന്നോടും ചോദിക്കും എവിടെന്നാ നൈറ്റി എടുക്കണേന്ന് ചോദിക്കും. ആക്ച്വലി ഞാൻ എൻ സ്റ്റൈലിന്റെ നൈറ്റിയാണ് ഉപയോഗിക്കാറ്. എൻ സ്റ്റൈല് നമുക്ക് ബ്രാൻഡ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, പക്ഷെ അതിന് മുൻപേ ഞാൻ അവരുടെ നൈറ്റി ഉപയോഗിക്കണം. അതാകുമ്പോ എനിക്കത് കറക്റ്റ് ഫിറ്റിംഗ്. അലയൻസില് നൈറ്റി ഒരു ബ്രാൻഡായിട്ട് മാറിയിരിക്കാം. അലയൻസില് എത്ര വർഷം ആകുന്നു അലയൻസ്? ഇപ്പൊ നമ്മുടെ അളിയൻസിന് മുൻപ് അളിയൻ വേഴ്സസ് എന്ന് പറയുന്ന പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പൊ 2000 അത് തുടങ്ങിയത് 2016 ലാസ്റ്റ് ആണ് ഷൂട്ട് തുടങ്ങിയത്. 2017 ടെലികാസ്റ്റ്. ഇതിപ്പോ തുടങ്ങിയിട്ട് 3-4 വർഷം ആവുന്നു. അളിയൻസ് തുടങ്ങിയിട്ട് 4 വർഷത്തോളം. ഈ ഒരു വീട്ടിൽ വന്നിട്ട് ഈ ഒരു വീട് അല്ലേ നമ്മൾ എത്ര വർഷമായി ഇവിടെ? 8 വർഷത്തോളം ആയി ഇവിടെ തന്നെ. അതുകൊണ്ട് ഇതിപ്പോ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് പോലെയാണ്. ജനങ്ങൾക്കും അങ്ങ് വലിയ ഇതാണ്. എല്ലാ ജനങ്ങളും ഈ വീട്ടിനെ ശരിക്കും പറഞ്ഞാൽ നമ്മള് ഇത് ഷൂട്ടിന് കൊടുക്കുന്ന വീടാ. അപ്പൊ നമ്മള് ചിലപ്പോ ടിവിയിൽ എന്തെങ്കിലും ഇപ്പൊ യൂട്യൂബിലൊക്കെ എന്തെങ്കിലും കാണുമ്പോ വേറെ സീരിയലൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തേക്കണതിന്റെ ഒക്കെ ക്ലിപ്പിങ്സ് കാണും. അപ്പൊ നമുക്ക് ദേഷ്യം വരും. ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് അതുപോലെ തിരിച്ചു വരുമ്പോ ചിലപ്പോ ഞങ്ങളുടെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ടാവും. വന്നവർക്ക് ഇത് മര്യാദ എടുത്ത് വെച്ചിട്ട് പൊക്കൂടെ? നമുക്ക് നമ്മുടെ വീട്ടിൽ ആൾക്കാർ കയറി ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ഒരു തോന്നലാണ് ഞങ്ങളുടെ ഉള്ളില്. മഞ്ജു പത്രോസ് എന്നൊരു വ്യക്തി ഇതേപോലെ തന്നെയാണോ? കുശുമ്പത്തി നുണ പറച്ചിലും അത് ഇതേ ഒരു കുശുമ്പത്തി ഒന്നും അല്ലല്ലോ. കുശുമ്പത്തി എന്ന് പറയാൻ ഉള്ളത് പറയണേ. അല്ലല്ല, കുശുമ്പത്തി എന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും മനസ്സിൽ വെക്കണം, നമ്മളൊരു ഇതാണ്. പിന്നെ എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നാലും ഒരിക്കലും അതൊരു കുശുമ്പല്ലല്ലോ. ഒരിക്കലും അമ്മ അസുഖം കാണിക്കരുത്, പിടിച്ചു നിൽക്കണം അങ്ങനത്തെ ഒരു അതാണ് എനിക്കറിയാം. എപ്പോഴും ഒരു പോസിറ്റീവ് ആയിരിക്കണം, അങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ. എനിക്കത് മാത്രമേ അറിയാവൂ. അങ്ങനെ എനിക്കെന്നല്ല, ഇവിടെ പ്രത്യേകിച്ച് ഈ ലൊക്കേഷനിൽ ആർക്കും ആരോടും സ്വഭാവം ഉണ്ട്. അതൊന്ന് പറയട്ടെ. പറഞ്ഞു. ഇവള് ഞാൻ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് കേട്ടോ, പക്ഷെ എന്നെ സേതു എന്നൊക്കെ വിളിക്കും. നിനക്ക് കൂടുന്നുണ്ട്, ഞാൻ പറയില്ല ലക്ഷ്മി അടങ്ങ് എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ പറയും ശരി, ഞാൻ അങ്ങനെ എന്നെ നിന്നോളാം. അപ്പൊ ഞാൻ പറയും കൂടുന്നുണ്ട് നീ ഇങ്ങോട്ട് ഓടി നിലയ്ക്കേ എന്ന് ഞാനും പറയും. മഞ്ജു പത്രോസ് ഈ പറയുന്ന പോലെ എല്ലാരും പറയും തങ്കം ഒരു പൊട്ട അമ്മയാണെന്ന് പറയും. ശരിയാണ്. ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറ്റുന്ന ഒരു സ്ത്രീയെ അല്ല. ഞാൻ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആളാണ്. മഞ്ജു പത്രോസ് എന്ന് പറയുന്ന ആള് തങ്കത്തിനെ പോലെയല്ല, തങ്കത്തിന്റെ ഒരു ക്വാളിറ്റിയും അങ്ങനെയുള്ള ഒരാളേ അല്ല മഞ്ജു പത്രോസ്. എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ എൻ്റെ മോനെ അങ്ങനെ വഴക്ക് പറയോ, എടുത്തിട്ടിരിക്കോ, അവനെ അങ്ങനെ നിർബന്ധിച്ച് പഠിപ്പിക്കാനിരുത്തോ, അങ്ങനെ ഒന്നുമില്ല. ഞാൻ സാധുവല്ല, ഞാൻ കുറച്ചും കൂടി ഈ കാലഘട്ടത്തിനെ കുറിച്ച് ചിന്തിക്കുന്ന ആളാണ്. ഇപ്പൊ തങ്കം മുത്ത് ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ടെങ്കിൽ തുടക്കരി എന്ന് പറയും. ഞാൻ അങ്ങനത്തെ ആളല്ല ആക്ച്വലി.
ഇന്ന് എന്താണാവോ മഴ ആയതുകൊണ്ടായിരിക്കും എല്ലാ ദിവസവും ആരെങ്കിലും ഒക്കെ നമ്മളെ കാണാൻ വരും. അതെ, ഇത് നിങ്ങൾ വന്നു മിക്കവാറും ഈ മറ്റേ ഇതിന്റെ ഗേറ്റ് ഒക്കെ നോക്കി ആളുകൾ ഇപ്പൊ ഗൂഗിളില് അലിയൻസ് ലൊക്കേഷൻ അടിച്ചാൽ കിട്ടുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് ഗൂഗിൾ വരെ പിടിച്ച് ഗൂഗിൾ വരെ അലിയൻസിനെ പിടിച്ച് തങ്കത്തിന്റെ വീട് അലിയൻസിന്റെ എങ്ങനെയായിരിക്കും അത് വരുന്നത് ഗൂഗിളിനകത്ത്? തങ്കം വീട് അലിയൻസ് ലൊക്കേഷൻ അങ്ങനെ വരുന്നുണ്ട്. അപ്പൊ എല്ലാ ദിവസവും നമുക്ക് മിഠായി ആയിട്ട് ഉണ്ണിയപ്പം, റസ്ക്, അങ്ങനെ അങ്ങനെ കുറെ ഇങ്ങനെ പലഹാരം, മിഠായി, പിള്ളേരെ കാണാൻ കളിപ്പാട്ടൊക്കെ കൊണ്ട് ആളുകൾ വരും ശരിക്കും. എന്നിട്ട് വന്നിട്ട് ഇത് സത്യത്തില് ഷൂട്ട് നടക്കുന്ന വീട്. ഇവിടെ എല്ലാവരും ചെരുപ്പിട്ടുണ്ടാ നടക്കുക. ഇവര് ചെരുപ്പ് ഊരിയിട്ടിട്ട് അകത്തോട്ട് കയറും. അപ്പൊ ഞങ്ങൾ ചെരുപ്പിട്ടോ എന്ന് പറയും. അയ്യോ വീട്ടിലെ അവര് ചിന്തിക്കുന്നത് നമ്മൾ ഇവിടെയാ താമസിക്കുന്നത്, തങ്കം എവിടെയാ കിടക്കണേ ഇവിടെ എന്നൊക്കെ ചോദിക്കും. റെഡിയാ, ഞാൻ പോയിട്ട് വരാം. അപ്പൊ ചേച്ചി ബ്രേക്ക്, ഷോർട്ട് ബ്രേക്ക് പോയിട്ട് വരാവേ.